ഈ ഒരു പൊടി കൊണ്ട് എത്ര നരച്ച മുടിയും പെട്ടെന്ന് കറുക്കാനും അതുപോലെ തന്നെ കുറേ നാൾ മുടിയിൽ കറുപ്പ് നിലനിർത്താനും സഹായിക്കുന്ന ഒന്നാണിത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഞാനിതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഇത് ഞാൻ എൻ്റെ അനിയന് 30 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ അവന് ഈ ജോലി തിരക്കും എല്ലാം കൂടി ആയതുകൊണ്ട് ആകെപ്പാടെ സ്ട്രെസ് എല്ലാം കൂടുന്നതുകൊണ്ട് മുടിയൊക്കെ പകുതിയും നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഡൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനൊരു മടി. കാരണം പയ്യന്മാരാണ് കെമിക്കലൊക്കെ ഇപ്പോഴേ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാകില്ല, യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തത്. പക്ഷേ കുറേ കഴിയുമ്പോഴാണ് മുടി മുഴുവനായിട്ടും നരയായിട്ട് മാറും. പിന്നെ നമുക്കത് തേക്കാതെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ നാച്ചുറലായത് തന്നെ തേക്കുന്നത്. നാച്ചുറലായത് എല്ലാവർക്കും ഒന്നും സൂട്ടാകില്ല. പലരുടെയും ഹെയർ ഓയിലായിരിക്കും, പലരുടെയും ഡ്രൈ ആയിരിക്കും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ നാച്ചുറലായ അതുപോലും മുടിയിൽ കറുപ്പ് കളറ് കിട്ടാത്തത്. അപ്പോൾ ഈ ഒരു കൂട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഗുണം കിട്ടുന്ന ഒന്നാണ്. ഇതിൽ ചേർത്തിരിക്കുന്നതും എല്ലാം നല്ല നാടൻ പച്ചിലകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഓയിലും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു നാച്ചുറലായ കളറ് എല്ലാവരുടെയും മുടിയിൽ പിടിക്കുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു ചട്ടിയിലാണ് ഞാൻ എൻ്റെ എല്ലാ ഹെയർ ഡേകളും തയ്യാറാക്കുന്നത്. അങ്ങനെ തന്നെ ആ ചട്ടിയിൽ ആ കറുപ്പ് അങ്ങനെ കളറ് പോവാതെ തന്നെ ആ ചട്ടിയിൽ പോലും നല്ല ബ്ലാക്ക് കളറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ ഒരു ചട്ടി തന്നെ നമുക്ക് എടുക്കാം. ഇതിലേക്കൊരു 10 ഗ്രാമ്പു ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് ഒരുപാടങ്ങ് കരിച്ചെടുക്കണ്ട, എന്നാൽ നന്നായിട്ട് തന്നെ ചൂടാകുകയും വേണം. നമുക്ക് മുടിയിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു 10-15 ഗ്രാമ്പു എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ മുടിക്ക് അനുസരിച്ചാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് മുടിയേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിവിടെ ഒരു 10 ഗ്രാമ്പു എടുക്കുന്നു. നന്നായിട്ട് തന്നെ ഗ്രേ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രാമ്പു എടുക്കും. ഗ്രാമ്പു നല്ലതാണ് കേട്ടോ മുടിക്കൊക്കെ. മുടി വളരാനും അതുപോലെ തന്നെ താരൻ, മുടി കൊഴിച്ചിൽ ഇതെല്ലാം മാറാനും മാത്രമല്ല നമുക്ക് മുടിക്കൊരു മെറൂൺ ഷെയ്ഡ് വരാനൊക്കെ നമ്മുടെ ഗ്രാമ്പു വളരെയേറെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ കൂട്ടുകളൊക്കെ ഏത് നാച്ചുറലായ കൂട്ടുകൾ തയ്യാറാക്കിയാലും ഗ്രാമ്പു കഴിയുന്നതും ഇടാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ നരയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിലേക്കാണ് നമ്മുടെ നേരത്തെ ഞാൻ കാണിച്ച ആ പൊടിയുടെ കൂട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ കൂട്ടിനകത്ത് ചേർത്തിരിക്കുന്നത് കയ്യോന്നിയുടെ ഇല ഉണക്കി പൊടിച്ചതും കറിവേപ്പിലയും കൂടി ചേർത്തതാണ് ഈ ഒരു മിക്സ്. അതായത് കയ്യോന്നിയുടെ ഇലയും കറിവേപ്പിലയും തണലത്ത് വെച്ച് ഉണക്കി നന്നായിട്ട് തന്നെ ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ നമ്മളിത് പച്ചയ്ക്ക് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിക്കുക എന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ നന്നായിട്ട് തന്നെ ചൂടാക്കി വേണം ഏത് പൊടികളും ഉപയോഗിക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് അലർജിയോ അല്ലെങ്കിൽ ഇത് സൈഡ് എഫക്റ്റോ അങ്ങനെയുള്ള പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് 95% നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇലകളാണെങ്കിൽ പോലും പല ഇലകൾക്കും അതിന് പാർശ്വഫലങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചൂടാക്കിയെടുക്കുന്നത്. ചൂടാക്കിയെടുത്തു കഴിഞ്ഞാൽ യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവുകയില്ല. എല്ലാ സ്ഥലങ്ങളിലൊന്നും നമ്മുടെ ഈ ഒരു കയ്യോന്നിയുടെ ഇലയൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പിന്നെ അങ്ങാടിക്കടകളിലൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അതൊക്കെ എത്രത്തോളം നല്ലതാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ കെമിക്കലുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത് സൈഡ് എഫക്റ്റോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. ചെറുപ്പക്കാർക്ക് കുഴപ്പമില്ല, പക്ഷേ എന്നാലും പ്രായമായവർക്കൊക്കെ ഈ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നതൊക്കെ വളരെ കെയർഫുള്ളായിരിക്കണം. ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഒരു കൂട്ടും മിസ്സാവരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞണ്ണി വൈദ്യരെന്ന് പറയുന്ന ഒരു വൈദ്യനാണ് നമുക്ക് ഈ ഒരു കൂട്ടുകളെല്ലാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഒരു റിലേറ്റീവ് ഇതുപോലെ ചെയ്തത് അവരെനിക്ക് പറഞ്ഞു തന്നത്. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. ഇത് നമ്മൾ വറുത്തെടുക്കേണ്ടത് കരിച്ച് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിതുപോലെ ചൂടാക്കി വറുത്തെടുക്കാനേ പാടുള്ളൂ. പലരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മുഖം കാണിക്കാതെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നു, മുഖം കാണിച്ചാൽ എന്താ എന്നൊക്കെ ചോദിച്ച് പരാതി പറയാറുണ്ട്.
മുഖം കാണിച്ച് വീഡിയോ ചെയ്യുന്നതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ ചെയ്തൊരു ഫലം നല്ലൊരു റിസൾട്ട് ആകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അല്ലാതെ നമ്മുടെ ഫേസോ അല്ല മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കണം. നമ്മൾ എത്രയാണോ ഇനി 1-2 ഐറ്റംസും കൂടെ ചേർക്കാനുണ്ട് ഇതിലേക്ക്. അപ്പോൾ അതിനാവശ്യമായ മുടിക്കനുസരിച്ചുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് വറ്റിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം. പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്രയും കൂട്ടുകൾ ചേർക്കുന്നത്? മുടിയിലെ നര മാത്രം മാറ്റാനുള്ള എന്തെങ്കിലും ഒരു കൂട്ട് മാത്രം ചെയ്താൽ പോരെന്ന്. പക്ഷേ അത് ആർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. കാരണം നമ്മൾ ഈ വൈദ്യന്മാരെല്ലാം ഇപ്പോൾ എണ്ണയായാലും അതുപോലെ ഹെയർ ഡൈകളാണെങ്കിൽ പോലും അതിൽ പല കൂട്ടുകൾ ചേരുമ്പോഴാണ് നമ്മുടെ തലയ്ക്കും മുടിക്കും ഒക്കെ അത് ഗുണമാകുന്നത്. മുടിയെയും തലയെയും നമ്മൾ സംരക്ഷിക്കുക എന്നതുകൂടി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ തിളപ്പിച്ച വെള്ളമെല്ലാം ഒരുമാതിരി നമുക്ക് ആവശ്യമുള്ളത്ര വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഫലങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ച് വയ്ക്കാം. ഇതൊന്ന് തണുക്കാനായിട്ട്. ഇത് ചെറിയൊരു ചൂടോട് കൂടി വേണം നമ്മളിത് വെള്ളം നമ്മുടെ കൂട്ടുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ നെല്ലിക്കാപ്പൊടി 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ നെല്ലിക്കാപ്പൊടി. കാരണം ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചിരുന്നതെല്ലാം തീർന്നു പോയി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇൻഡിഗോ പൗഡറാണ്. ഇതും നാച്ചുറലായ ഇൻഡിഗോ പൗഡറാണ്. തികച്ചും 100% നാച്ചുറലാണിത്. അപ്പോൾ അതും ഇതിലേക്ക് 1-1.5 സ്പൂണ് നമുക്ക് ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുക്കാവുന്നതും ആണ്. മുടിക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് നമ്മുടെ ഇൻഡിഗപ്പൊടി. അപ്പോൾ എന്നാൽ വിചാരിക്കുന്ന ഇൻഡിഗപ്പൊടി മാത്രമായിട്ട് തേച്ചാൽ മതിയോ എന്ന്. ഇൻഡിഗപ്പൊടി മാത്രമായിട്ട് തേക്കാൻ പറ്റും. പക്ഷേ അത് എല്ലാവർക്കും അത് നല്ലൊരു റിസൾട്ട് കിട്ടും. പക്ഷേ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം പലർക്കും അതിൻ്റെ പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടാവും. ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും, ചിലർക്ക് തടിപ്പുകളുണ്ടാവും, ചിലർക്ക് അതിൻ്റെ മുടി കൊഴിച്ചിൽ അങ്ങനെയൊക്കെയാണ് മുടി വരേണ്ടത്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ അലർജിയോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ പച്ചയായിട്ട് തേക്കുമ്പോഴാണ് അതിന് ആ ഒരു സൈഡ് എഫക്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. ഇതുപോലെ നമ്മൾ ഇൻഡിഗോ പൊടി നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുത്ത് കരിച്ചെടുത്ത് കഴിഞ്ഞാൽ യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം പറയുന്നത്. എനിക്ക് നേരത്തെ അലർജി ഉണ്ടാകുമായിരുന്നു, നല്ല ചൊറിച്ചിലുണ്ടാകുമായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഈ ഒരു വൈദ്യനെ കണ്ടതിന് ശേഷം വൈദ്യനാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഇങ്ങനെ ഈ പൊടികളെല്ലാം കൂടെ നമ്മൾ ചൂടാക്കി വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അശ്വഗന്ധ പൗഡറാണ് ചേർക്കുന്നത്. ഇത് അങ്ങാടിക്കടയിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുകൂടി ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് നമുക്ക് കരിച്ചെടുക്കാം. ഇനി ലാസ്റ്റ് ഒരു കൂട്ടം കൂടി കൊടുക്കുന്നുണ്ട്. അതായത് ബ്രൂ കോഫിയുടെ പൊടിയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ ഒരു പാക്കറ്റേ ഞാൻ ചേർക്കുന്നുള്ളൂ. ബ്രൂ കോഫിയുടെ ഈ പൊടി വളരെയധികം നല്ല എഫക്റ്റീവ് കിട്ടുന്നതാണ്. നമ്മളിതൊക്കെ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയ്ക്കും മുടിക്കും ഒരു പാർശ്വഫലങ്ങളോ അല്ലെങ്കിൽ ഒരു കുഴപ്പങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളാണ് നമ്മളിതെല്ലാം ചേർക്കുന്നത്. മാത്രമല്ല കുറച്ച് നാൾ കൂടുതൽ കറുപ്പ് കളറ് മുടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനെ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ഹെയർ ഡൈ ആയി മാറുക. കാരണം നമ്മൾ കുറച്ച് സമയം എടുത്താൽ പോലും നമുക്കതിന് നല്ലൊരു ഫലം കിട്ടണം. ഇപ്പം പലർക്കും കിട്ടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ എല്ലാ കൂട്ടുകളും ചെയ്യേണ്ടതുപോലെ ചെയ്തില്ല എങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു ഫലം കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ബ്രൂ കോഫി ഇതിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് വരും. ബ്രൂ കോഫി തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നെസ്കഫെ ആയാലും ഏതായാലും എടുക്കാവുന്നതാണ്. പല ഹെയർ ഡൈകളും നമ്മൾ നാച്ചുറൽ ആയത് ചേർത്താൽ പോലും മുടി ചിലരുടെയൊക്കെ ഡ്രൈ ആവാറുണ്ട്. ചിലരുടെ ഓയിലി ഹെയർ ആയിരിക്കും, ചിലരുടെ ഡ്രൈ ഹെയർ ആയിരിക്കും. അപ്പോൾ ഇവർക്കെല്ലാം നല്ല ഷൈനിങ്ങും നല്ല സ്മൂത്തായിട്ട് കിടക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇതുപോലെ നമ്മൾ മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒറ്റ തരി പോലും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് അലിയിച്ചെടുക്കണം. ഇനി ലാസ്റ്റ് ചേർക്കുന്നത് ഇത് വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ 1 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേപ്പെണ്ണയൊക്കെ തലയ്ക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. വേപ്പെണ്ണ തലയൊട്ടിക്കും, തലയ്ക്കും താരൻ, മുടി കൊഴിച്ചിൽ, അങ്ങനെയുള്ള എല്ലാത്തരം ഡ്രൈനെസ്, മുടി പൊട്ടിപ്പോവുക, തലയുടെ അല്ലെങ്കിൽ മുടിയുടെ സ്കാൾപ്പിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നല്ലൊരു ഔഷധമാണ് ഈ നമ്മുടെ വേപ്പെണ്ണ എന്ന് പറയുന്നത്. വെറുതെ ആണെങ്കിൽ നിങ്ങൾക്ക് വേപ്പില അരച്ച് അതാണെങ്കിലും അതിൻ്റെ വെള്ളം കൊണ്ട് മുടി കഴുകുന്നതാണെങ്കിലും ഏറ്റവും നല്ലതാണ്. വെറും താരനൊക്കെ ഉള്ളവർക്ക്. ഞാനത് പണ്ടൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അതുകൂടി നമ്മൾ അപ്പോൾ വേപ്പെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൂട്ട് വളരെയധികം ഇഫക്റ്റീവ് കിട്ടുന്നതാണ്. നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങൾക്ക്. ഞങ്ങൾക്കൊക്കെ ഇത് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരുപാട് പേര് ഇതുപോലെ ഡൈകളൊക്കെ ചെയ്ത് മടുത്തവരുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും നരച്ച മുടി കറുപ്പാകുന്നില്ല എന്ന് പരാതി പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഉള്ളൊരു നല്ലൊരു പ്രതിവിധിയാണ് ഇന്നത്തെ ഈ ഒരു ഹെയർ ഡൈ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൈ ചെയ്ത് മടുത്തവർക്കൊക്കെ നന്നായിട്ട് കിട്ടുന്ന റിസൾട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇതെന്താ ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഒരു ജെൽ പരുവം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഉടനെ തന്നെ തേക്കണം. നിങ്ങൾ ഇത് വെക്കാൻ പാടില്ല. നമ്മളിത് തയ്യാറാക്കിയതിന് ശേഷം ഒരു 30-40 മിനിറ്റ് മാത്രം മതിയാകും ഈ ഒരു കൂട്ട് നമ്മുടെ മുടിയിൽ നന്നായിട്ട് കളർ പിടിക്കാനായിട്ട്. അപ്പോൾ അതിൽ കൂടുതൽ വെക്കണമെന്നല്ല. വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും അല്ലാത്തവർക്ക് നോർമൽ ആൾക്കാർക്ക് ഒരു 30 മിനിറ്റ് മാത്രം നിങ്ങൾ വെച്ചാൽ മതി കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. പിന്നെ സാധാരണ നമ്മൾ കഴുകി കളയുക. വീര്യം കുറഞ്ഞ ഷാമ്പൂ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അങ്ങനെ ഇട്ട് കഴുകിയാൽ മതി. അല്ലാതെ നിങ്ങൾ നോർമൽ വാഷ് ചെയ്താൽ മതിയാകും. സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ വേറെ കെമിക്കൽ അടങ്ങിയിട്ടുള്ളത് എന്തെങ്കിലും കൊണ്ട് മുടി കഴുകിയാൽ അതെല്ലാം പോകും. നന്നായിട്ട് നമ്മൾ സ്ക്രബൊക്കെ ചെയ്തിട്ടല്ലേ നമ്മൾ മുടി വാഷ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കളറ് ഇളകി പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ കഴുകരുത് എന്ന് പറയുന്നത്. നോർമൽ വാഷ് ചെയ്താൽ മാത്രം മതിയാകും. ചാനലിൽ വേറെയും ഹെയർ ഡൈയുടെ വീഡിയോസുകളുണ്ട്. നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അതിനനുസരിച്ചുള്ള വീഡിയോസുകൾ കണ്ട് അതുപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.